KL14 സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഹരിയാന രജിസ്റ്റേർഡ് ഇന്നോവ കാറാണ് വിൽപ്പന വെച്ചുള്ളത്. ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ മുനീറാണ്. എന്തൊക്കെയുണ്ട് മുനീറ, സുഖമല്ലേ? എത്ര മോഡൽ വണ്ടിയാണ് ഇത്? 2011 വി ഓപ്ഷനാണ്. ഇന്റർകൂളർ എഞ്ചിനാണ്. ഏറ്റവും ടോപ്പ് മൈലേജ് കിട്ടുന്ന വേരിയന്റ്. ഇന്റർകൂളർ. ഇതിപ്പോ നിലവിലുള്ളത് എൻഒസിയിലാണ്. നമുക്ക് വരുന്ന പാർട്ടിക്ക് നമുക്ക് എൻഒസിയിൽ വണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അല്ല നമ്പറാക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻഒസിയിൽ വേണ്ടി അങ്ങനെ കൊടുക്കാം. നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടുത്തെ നമ്പറിലായിരിക്കും. അതായത് എൻഒസി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് ഏതെങ്കിലും വേറെ ജില്ലക്കാർക്കാണെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അല്ല അങ്ങനല്ല, വേറെ ജില്ലക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ കാസർഗോഡാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ KL14 നമ്പറിൽ ഈ വണ്ടി അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എൻഒസി തരും, നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ താർട്ടിയിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ KL14 രജിസ്റ്റർ അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും. ഇപ്പൊ നിലവിൽ ഇപ്പോൾ സിംഗിൾ ആർസിയിലാണ് വണ്ടി ഉള്ളത്. സെക്കൻഡ് ആർസിയിലാണ് വരുന്ന ആൾക്ക് നമുക്ക് തേർഡ് ആർസി ആയിട്ട് മൂന്നാമത്തെ ആർസി. ഓക്കെ, ഈ വണ്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ കണ്ടീഷൻ കാര്യങ്ങൾ, റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനെ റീപ്ലേസോ കാര്യങ്ങളായിട്ട് വണ്ടിക്ക് ആകുള്ളത് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളത്. നമ്മളിവിടെ വണ്ടി കൊടുക്കുന്നതിന് ശേഷം നമ്മളായിട്ട് റീപ്ലേസ് ചെയ്താൽ നമ്മളതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വണ്ടി റീപ്ലേസ് ചെയ്യുന്നതിന്റെ വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ മാറ്റിയതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും വേറെ അപാകങ്ങളൊന്നുമില്ല, തട്ടമുട്ട കാര്യങ്ങളൊന്നും, എഞ്ചിൻ കാര്യങ്ങളൊക്കെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റേ വണ്ടികളെ അപേക്ഷിച്ച് ഇന്റർകൂളർ ആയതുകൊണ്ട് എഞ്ചിന് കുറച്ച് സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അറിയുന്ന ആൾക്കാർക്ക് അറിയാം. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ കുറച്ച് മൈലേജ് കുറച്ച് കൂടുതലുണ്ടാവും. ഒരു 14 അവറേജ് നമുക്ക് ക്ലസ്റ്ററിൽ നിന്ന് കാണാൻ പറ്റും. ഓടുന്ന സമയത്ത് എത്ര കിട്ടും മൈലേജ്? 14 വരെ ക്ലസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. അവരുടെ മൈലേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ടയറൊക്കെ ഒരു 50% ടയർ ഉണ്ട്. അലോയ് വീലാണ് വരുന്നത്. ഇതിപ്പോ ടൈപ്പ് 3 ടൈപ്പ് 3 സ്റ്റോക്ക് കണ്ടീഷനിലാണുള്ളത്. കമ്പനി ഇറങ്ങുമ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഷോറൂം കമ്പനി എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് 4 പുതിയൊരു ഇതിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഏകദേശം പാർട്സിന് മാത്രം 24,000 രൂപ വരുന്നുണ്ട്. ഫ്രണ്ട് ബോണറ്റ്, ബമ്പർ, 2 ഹെഡ്ലൈറ്റ്, പിന്നെ ഈ ഒരു സാധനം ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഏകദേശം തൃശ്ശൂരിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 24,000 രൂപ നമുക്ക് പാർട്സിന് മാത്രം കിട്ടുന്നുണ്ട്. ഒരു 6,000-7,000 രൂപയിൽ നമുക്ക് അതിന്റെ പെയിന്റിംഗ്, അല്ലെ, ഒരു 7,000-8,000 രൂപയിൽ നമുക്ക് പെയിന്റിംഗ് ഫിറ്റിംഗ് അടക്കം എല്ലാം ചെയ്യാൻ പറ്റും. ബാക്ക് വേണമെങ്കിൽ ബമ്പർ മാറ്റാം, 2 ടൈലൈറ്റും എക്സ്ട്രാ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പോ ടൈപ്പ് 4 നമ്മളിപ്പോ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് ഒരു 30,000 രൂപയിൽ നമുക്ക് ഫ്രണ്ട് ഭാഗം മൊത്തം മാറ്റാം. 30,000 ഉണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗം മൊത്തം നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ മുനീറ ഇത് എത്രക്ക് കൊടുക്കാൻ പറ്റും ലാസ്റ്റ്? എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നമുക്ക് എൻഒസിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 5:30 കൊടുക്കാൻ പറ്റും. എൻഒസിയിലാണെങ്കിൽ 5:30 നമുക്ക് 5:30 കൊടുക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ തന്നെ കേൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ അതിനൊരു എക്സ്പെൻസ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ ഒരു മോഡലും കാര്യങ്ങളും പറഞ്ഞ ഒരു 40,000 രൂപ എക്സ്പെൻസ് വരുന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 50,000 രൂപേനെ നമ്മൾ മാക്സിമം 50,000 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടെ വരുമ്പോൾ ആ ഒരു എമൗണ്ട് എക്സ്ട്രാ വരും. 5:80 ആ ഒരു അതിപ്പോൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അവരുടെ അടുത്ത് നമ്മൾ ഏകദേശം മോഡലും കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 2 വർഷത്തെ ടാക്സ് ആണ് എക്സ്ട്രാ അടക്കാനുള്ളത്. അത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു സ്മാർട്ട് എമൗണ്ട് പറഞ്ഞത് അവർ 50ന്റെ താഴെ വരുന്ന എമൗണ്ട്, 50 മേലെ കൂടാതെ മാക്സിമം 50 ആ റേഞ്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പേപ്പർ എത്ര വരെ ഉള്ളത്? ഇപ്പോൾ 2026 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, ഇൻഷൂർ എല്ലാം 2024 ഡിസംബർ വരെ പേപ്പർ ഇൻഷൂർ ഉണ്ട്. ഓക്കെ. അപ്പോൾ 2011 മോഡൽ ഇന്നോവ വി ഓപ്ഷനാണ് ഈ വണ്ടി വിൽക്കുന്നത്. എൻഒസിയിലാണ് വിൽക്കുന്നത്. ഇവർ ചോദിക്കുന്ന വില 5:30 ആണ്. എന്തെങ്കിലും ഡിസ്കൗണ്ട് ടേബിൾ നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. നെഗോഷ്യബിൾ റേറ്റ് ആണ്. പിന്നെ കേരള നമ്പർ വിത്ത് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യക്കാർ നിങ്ങൾ ചെയ്യണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്പെൻസ് എന്തായാലും ഇതിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ.